ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഇന്ത്യ, റഷ്യ. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഇന്ത്യ, റഷ്യ. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി വാറൻ ആൻഡേഴ്സൺ. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി വാറൻ ആൻഡേഴ്സൺ. 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ. 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ PC ചാക്കോ. 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ PC ചാക്കോ. കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച TCOM CEO. കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച TCOM CEO. ഉത്തരം അബ്ദുൾ ലത്തീഫ് അൽമുള്ള. കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച TCOM CEO അബ്ദുൾ ലത്തീഫ് അൽമുള്ള. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ്. ഉത്തരം പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ് പാലക്കാട്. ബൊർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല. ബൊർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷികം. ബൊർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷികം. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ. ഉത്തരം അജ്മൽ കസബ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ അജ്മൽ കസബ്. ആഗോളതാപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം. ആഗോളതാപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം. ഉത്തരം നേപ്പാൾ. ആഗോളതാപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം നേപ്പാൾ. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത്. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തൈവാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തൈവാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. തൈവാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തൈവാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫ എന്നത്. വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫ എന്നത് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ. ഉത്തരം തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രാഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രാഹത്കർ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ. ഉത്തരം അരിഹിന്ദ്. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ അരിഹിന്ദ്. കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ. കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ സൂപ്പർ ബഗ്. കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ സൂപ്പർ ബഗ്. കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ സൂപ്പർ ബഗ്. ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2011 മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിദിന വേതനം. 2011 മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിദിന വേതനം 150 രൂപ. 2011 മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിദിന വേതനം
രൂപ. 2010 സ്ഥാനമേറ്റ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2010 സ്ഥാനമേറ്റ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. 2010 സ്ഥാനമേറ്റ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ അണുപ്രസരണം ഉള്ളതായി ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയ സ്ഥലം കരുനാഗപ്പള്ളി. ഏറ്റവും കൂടുതൽ അണുപ്രസരണം ഉള്ളതായി ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയ സ്ഥലം കരുനാഗപ്പള്ളി. തിരുവിതാംകൂറിലെ ആധുനികാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. തിരുവിതാംകൂറിലെ ആധുനികാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ ആധുനികാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം ചിങ്ങം 1. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. ഉത്തരം ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ബാരൺ ദ്വീപിൻ്റെ സവിശേഷത. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം. ബാരൺ ദ്വീപിൻ്റെ സവിശേഷത. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഇന്ത്യ, റഷ്യ. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി വാറൻ ആൻഡേഴ്സൺ. 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ PC ചാക്കോ. കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച TCOM CEO അബ്ദുൾ ലത്തീഫ് ഫാൽമുള്ള. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ട്രേറ്റ് പാലക്കാട്. ബൊർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷികം. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ അജ്മൽ കസബ്. ആഗോളതാപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം നേപ്പാൾ. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തൈവാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫ എന്നത് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രാഹത്കർ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ അരിഹിന്ദ്. കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ സൂപ്പർ ബഗ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2011 മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിദിന വേതനം 150 രൂപ. 2010 സ്ഥാനമേറ്റ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ അണുപ്രസരണം ഉള്ളതായി ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയ സ്ഥലം കരുനാഗപ്പള്ളി. തിരുവിതാംകൂറിലെ ആധുനികാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം ചിങ്ങം 1. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ബാരൺ ദ്വീപിൻ്റെ സവിശേഷത. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം.